ഇവിടെ ജാതിക്കായ, അടയ്ക്ക, കുരുമുളക്, കശുവണ്ടി അങ്ങനെ മലഞ്ചരക്ക് സാധനങ്ങൾ നമ്മൾ കൊടുക്കണം. അതിനുപരി ഞാനൊരു കർഷകനും കൂടിയാണ്. എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്? കൃഷി മെയിൻ ആയിട്ട് ജാതിയാണ്. 57 കട ജാതി ഉണ്ട്. പിന്നെ വാഴയുണ്ട്, കൊക്കയുണ്ട്, കാപ്പിയുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് തൃശ്ശൂര് മാവിൻചോട് എന്ന സ്ഥലത്താണ്. ഇപ്പൊ ഒരു മലഞ്ചരക്കടയുടെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നല്ല മഴയാണ് നമ്മുടെ എല്ലാ സ്ഥലത്തും. അപ്പൊ ഈ ജാതി കർഷകർക്ക് ജാതിപത്രിക ഉണക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാന്നുള്ളതാണ്. അപ്പൊ ഇന്ന് എന്റെ കൂടെയുള്ളത് ഡേവിസ് ചേട്ടനാണ് കൂടെയുള്ളത്. ചേട്ടനാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന് ഓണറായിട്ട് വരുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ജാതിക്കായ, അടയ്ക്ക, കുരുമുളക്, കശുവണ്ടി അങ്ങനെ മലഞ്ചരക്ക് സാധനങ്ങൾ നമ്മൾ കൊടുക്കണം. അതിനുപരി ഞാനൊരു കർഷകനും കൂടിയാണ്. എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്? കൃഷി മെയിൻ ആയിട്ട് ജാതിയാണ്. 57 കട ജാതി ഉണ്ട്. പിന്നെ വാഴയുണ്ട്, കൊക്കയുണ്ട്, കാപ്പിയുണ്ട്. കാപ്പി അത് ഒരു 11 കട, കൊക്ക ഒരു 20 കട. അങ്ങനെ എല്ലാത്തിനും കുറേശ്ശെ മെയിൻ ജാതിയാണ്. പിന്നെ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, പിന്നെ വാഴകളുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് പച്ചക്കറി ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞള്. പിന്നെ ഈ പന്നിശല്യം നമുക്ക് അവിടെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് കൂടുതൽ അങ്ങനത്തെ വിളകൾ വെക്കാത്തത്. കൃഷി ചെയ്യുന്ന സ്ഥലം ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ തൃക്കൂർ ഭാഗത്ത്. തൃക്കൂർ ഭാഗത്ത്. ഇത് മാവിൻചോട് ഭാഗം. അത് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. എനിക്ക് 2 ഏക്കർ താഴെ സ്ഥലമുണ്ട്. അപ്പൊ ചേട്ടൻ ഇപ്പൊ ഈ മഴ സീസണില് ജാതിപത്രിക ഉണക്കുന്നത് എങ്ങനെയാണ്? അതായത് മഴ സീസൺ വരുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം വേറെ ഒരു പാർട്ടി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഡ്രയർ വാങ്ങിയാൽ മതി. അപ്പൊ അങ്ങനെ കുഞ്ഞിനമ്പാറയില് ഡെൽമാർക്ക് എന്ന കമ്പനിയിൽ ഞാൻ ഡ്രയർ വാങ്ങി. പോയി കണ്ടു. ഞാൻ കമ്മലിൽ പോയി ഞാൻ കണ്ടു. അവിടുന്ന് ഞാൻ വാങ്ങി. അപ്പൊ സബ്സിഡി കർഷകർക്ക് അതും കിട്ടി. എനിക്ക് സബ്സിഡി കിട്ടി. അത് നമുക്ക് 50% സബ്സിഡി. നമ്മള് ക്യാഷ് മുന്നേ കൊടുക്കണം. സബ്സിഡി പേപ്പർ വർക്കൊക്കെ അവരെന്നെ ചെയ്തോളൂ. എത്ര സമയം എടുക്കും പേപ്പർ വർക്കിന്? അത് കൂടി വന്നാൽ 4 മാസം, ചിലപ്പോ 2 മാസം കൊണ്ട് കിട്ടും. എനിക്ക് ഒരു 4 മാസം എടുത്തു. 4 മാസത്തിനുള്ളിൽ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കും. അപ്പൊ ഉദ്യോഗസ്ഥന്മാര് വന്ന് നമ്മുടെ വീട്ടില് ചെക്ക് ചെയ്ത് പിന്നെ ക്യാഷ് പാസ്സായി അക്കൗണ്ടിൽ വന്നു. ഇപ്പൊ എടുത്തിട്ട് എത്ര നാളെ മെഷീൻ എടുത്തിട്ട് എത്ര നാളെ? കഴിഞ്ഞ വർഷം എടുത്താണല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ജാതി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് മഴ സമയത്താണല്ലോ അതിന്റെ സീസൺ വരുന്നത്. അപ്പൊ ഇവിടെ കൊണ്ടുവരുന്ന കർഷകര് ജാതിപത്രി കൊണ്ടുവരുന്ന കർഷകർ അവർക്ക് ഉണക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാറുണ്ടോ? എല്ലാവരും പറയണത് അത് തന്നെയല്ലേ, എല്ലാ കർഷകർക്കും ഇത് മേടിക്കാനുള്ള ക്യാഷ് മുൻകൂട്ടി എടുക്കാനുള്ളതില്ല. ആദ്യം മേടിക്കാനായിട്ടുണ്ടാവില്ല. എന്നാലും ഒരു സാമ്പത്തികമുള്ളവര് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുമ്പോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോരുത്തരോട് പറയുവാണെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കോ, 5 ട്രയറിന്റെ 5 ട്രയറെ. അല്ലാത്തവർക്ക് 3ന്റെ ചെറുതിന്റെ ഉണ്ട്. അപ്പൊ പിന്നെ അതിൽ നാളികേരം ഉണക്കാം, എല്ലാ സാധനങ്ങളും ഉണക്കാം. അതെ, മെയിനായിട്ടും ചേട്ടൻ നോക്കുന്നത് ജാതി. നമുക്ക് ഡ്രൈവർ ഒന്ന് കാണാൻ പറ്റും? അത് കാണാം. ഇതാണ് നമ്മുടെ ഡ്രൈവർ വരുന്നത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഇപ്പൊ കൊപ്രയാണ് ഇട്ടിരിക്കുന്നത്. നമുക്കൊന്ന് തുറക്കാം. കൊപ്ര ഉണക്കാട്ടേക്കല്ലേ? ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഏകദേശം പകുതി ഉണക്കായിട്ടുണ്ട്. ഏകദേശം ഉണക്കായിട്ടുണ്ട്. ഇന്നലെ കറണ്ട് ഇല്ലാത്ത കാരണേ അതിന്റെ വിഷമത്തിൽ ഇന്നലെ പൂർണ്ണമായിട്ട് ഉണങ്ങാൻ പറ്റിയില്ല. അതെ, ഇപ്പൊ എല്ലായിടത്തും മഴ കാരണം കറണ്ട് പ്രശ്നങ്ങളാണ്. അതെ. ഈ 5 ട്രയറെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം 100 തേങ്ങ ഉടച്ച് വെക്കാം. ധൈര്യമായിട്ട് വെക്കാം. ജാതിക്കായും പത്രികയാണെങ്കിൽ എത്ര അളവ് വെക്കാൻ പറ്റും? അത് നമുക്ക് ഒരു 40 കിലോ കായൊക്കെ ഇതിൽ പൊക്കോളും. 40 കിലോ ഒറ്റ ട്രിപ്പിൽ പൊക്കോളും. പത്രി ആണെങ്കിലോ? പത്രി ഏകദേശം നമുക്ക് ഒരു 2 ട്രയല് പത്രി വെച്ച് കഴിഞ്ഞാല് അത് കായ ഉണങ്ങാൻ ടൈം എടുക്കും. കായ ഉണങ്ങാൻ എത്ര സമയം എടുക്കും? കായ അത് നമുക്ക് ചൂട് കുറച്ചിടാം. ഇത് കൊപ്ര നമ്മള് ഒരു 60 ഇടും. ജാതിക്ക് ഒരു 40 ഇടാൻ പാടുള്ളൂ. 40 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കായ പൊള്ളക്കും. അപ്പൊ കുറച്ചിട്ട് ഉണക്കിയാൽ മതി. പച്ചക്കായ ആകുമ്പോ സാധാരണ നമ്മള് പച്ചക്കായ വെയിലത്തിട്ട് കഴിഞ്ഞാൽ ശരിക്കും കായ നടുപൊളിയും ചൂട് എടുത്തിട്ട്. അപ്പൊ അതേപോലെ തന്നെ ഈ ഹീറ്റും അങ്ങനെ അതിന്റെ പരിപ്പിനെ ബാധിക്കുകയും ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം.
അപ്പൊ 40-ലാണ് ഉണക്കാന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും കായൊക്കെയാണ്? അത് സമയം നമ്മള് ഒരു 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ഉണക്കിയിട്ട് പുറത്തേക്ക് ഇട്ടാൽ മതി. പുറത്തേക്ക് ഇട്ടാ കുറച്ച് പുറത്ത് വെച്ചോളൂ. എന്നിട്ട് പിന്നെ പുറത്ത് വന്നിട്ട് കഴിഞ്ഞാല് അത് ഓട്ടോമാറ്റിക് ഫുൾ ആയിട്ട് റെഡി ആവും. റെഡിയാവും. പത്തിരി ഉണങ്ങാൻ എത്ര സമയം എടുക്കും? പത്തിരി ഉണങ്ങാന്ന് വെച്ച് കഴിഞ്ഞാല് അതില് കഴുകി വെടപ്പാക്കി വെള്ളം പിടിക്കുന്നതനുസരിച്ചിരിക്കും. പത്തിരി കഴുകിയിട്ട് ഉണക്കണല്ലോ. അപ്പൊ അതിന്റെ ചെളിയും മണ്ണൊക്കെ പോയി കഴിഞ്ഞിട്ട് നല്ല ചുവപ്പ് കളർ കിട്ടും. അതെ. അപ്പൊ അതില് വെള്ളത്തിന്റെ അംശം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇച്ചിരി സമയം കൂടുതൽ എടുക്കും. എന്നാലും ഒരു 4-5 മണിക്കൂർ പത്തിരി ഉണങ്ങി കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ ഉണക്കുമ്പോ എന്തെങ്കിലും കളർ മാറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ജാതിപത്രിക്ക്? കുരുമുളകൊക്കെ ഉണക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടുന്നല്ലേ? അതൊരു പ്രത്യേക. ഞാൻ നാളെ കുരുമുളക് കുറച്ച് കിട്ടിയപ്പോഴേ അതിലിട്ടതാ. അപ്പൊ നല്ല കറുത്ത കളർ കിട്ടിയതല്ലേ? നമുക്ക് കറുത്ത കളർ കിട്ടണമെങ്കിൽ കൃഷിക്കാരെ എന്താ ചെയ്യാ, എല്ലാവരും ചെയ്യില്ല, ബുദ്ധിമുട്ട് പിടിച്ചാണിയാ. ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് എടുക്കും. എന്നിട്ട് അത് വെയിലത്തിട്ട് കഴിഞ്ഞാല് നല്ല കറുപ്പ് കളറാവും. അല്ലേ? ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോട് വയനാട് ഒരു ചങ്ങാതി പറഞ്ഞത്, മുളക് പൊട്ടിച്ച് പായലിട്ടിട്ട് ഒരു 3 മണിയാവുമ്പോ ഇവനെ തട്ടി മാടി കൂട്ടിയിട്ടിട്ട് പുറച്ചിടുക. പിന്നെ രാവിലെ തുറന്നു വെക്കുക. ആ കുരുമുളകും നല്ല കറുപ്പ് കളറായിരിക്കും. കറുപ്പ് കളർ കാണുമ്പോ നല്ലൊരു ഭംഗിയല്ലേ? നല്ല കറുപ്പായി. അതുപോലെ പത്തിരിക്ക് നമുക്ക് ചുമപ്പ് കളർ കിട്ടും. നമ്മുടെ ഈ മെഷീനിൽ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കുരുമുളക് ഇപ്പൊ നമ്മള് 4 തേങ്ങ ഉണക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ജാതിപത്രി, അങ്ങനെ എന്ത് സാധനം നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അതും ഇപ്പൊ ജാതിപത്രിക്ക് നിങ്ങൾ ഉണക്കാണെങ്കിലും അതേ കളറിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇത് 5 തട്ടിന്റെയാണ് ഇപ്പൊ ചേട്ടൻ എടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് പല സൈസിൽ നമ്മുടെ മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പൊ ജാതി കർഷകർക്കൊക്കെ മെയിൻ ആയിട്ടും സബ്സിഡിയോട് കൂടി മെഷീൻ സ്വന്തമാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിന്റെ ട്രേസ് കാര്യങ്ങളൊക്കെ വരാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് തുരുമ്പൊന്നും പിടിക്കില്ല, തുരുമ്പ് കാര്യങ്ങളൊന്നും വരില്ല. ക്വാളിറ്റി ട്രേസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ തേങ്ങയ്ക്കായ കാരണം 60 ഡിഗ്രിയാണ് ചേട്ടൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് സംഭവമാണോ ഉണക്കുന്നത് അതിനനുസരിച്ച് ടെമ്പറേച്ചർ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചേട്ടൻ ഈ മെഷീൻ എടുത്തപ്പോ എത്ര വില വന്നിട്ടുണ്ടായിരുന്നു? ഇത് 46,000 രൂപ അങ്ങോട്ട് വന്നു. 23 നമുക്ക് സബ്സിഡി വന്നു അല്ലേ? കിട്ടി. അപ്പൊ എത്രയാണ് ചേട്ടന് ഈ ഒരു മെഷീന് വില വന്നത്? ഡിസ്കൗണ്ട് കിട്ടി. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് ചെറിയ മെഷീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വില കുറവായിരിക്കും. അത് നിങ്ങൾ ഡയറക്റ്റ് കമ്പനിനെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സബ്സിഡിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കമ്പനിനെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ജാതി കർഷകർ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഒരു വീഡിയോ വരുന്നത്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.